Today's section is all about personal branding, tech essentials, and opportunities within IEEE. And today's section is handled by Silda Soli, who was IEEE Communication Society Kerala Chapter Vice Coordinator and IEEE SPS Scholarship Recipient 2024, and currently working as Associate Analyst in Jumbotail Technologies. Over to Silda. Hello, am I audible? Yes. Okay, so thank you for the intro, Nimi. And as she said, myself, Silda Sholi, and I'm working as Associate Analyst at Jumbotail Technologies, Bangalore. Okay, so actually this 44 and a decent number because like I'm very happy to see all this count and all. Okay, so actually the session is all about, as she said, session is all about personal branding, tech essentials and opportunities within IEEE. And I'm not very prepared because എനിക്ക് ഇന്ന് ജോബ് ഉണ്ടായിരുന്നു സോ 7 വരെ ഐ എം നോട്ട് വെരി പ്രിപ്പയർഡ് ബട്ട് ഐ എം ഹോപ്പിംഗ് ദാറ്റ് സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് കുറച്ച് ടേക്ക് അവേഴ്സ് ഉണ്ടാവട്ടെ എന്ന് ആൻഡ് yeah, before beginning, I would like to say that ഞാൻ ബാംഗ്ലൂരിലുള്ളത് സോ ദിവാലി ടൈമാണ് അപ്പോൾ ലൈക്ക് പ്ലീസ് ഡോണ്ട് മൈൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ബിക്കോസ് ദിവാലിയാണ് സോ ക്രാക്കേഴ്സ് ഒക്കെ എല്ലാവരും പൊട്ടിക്കുന്നുണ്ടാവും സോ അതിൻ്റെ നോയ്സ് ഒക്കെ ഇടയ്ക്ക് വരും സോ പ്ലീസ് ഡോണ്ട് മൈൻഡ് ദാറ്റ് വൺ യെസ് ആൻഡ് ഹലോ am I audible right? Okay. So I'm expecting this to be an interactive session. See, this isn't a class or anything formal, and I'm not your teacher or professor. I was sitting in your place. I was just in your place 4 months back. I was an engineering student at Marthinesius College of Engineering, Kodamangalam, Mees. So, like, either formal session item consider, you can ask. You feel free to ask whatever you want. Okay. So, and I'm not sure. Hello? Chechi, welcome. Okay. So, before we begin, I just want to know my audience. Like, may I know which all are your departments and all? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ളത് ആൻഡ് ഏതൊക്കെ ഇയർ എന്ന് 44 ആൾക്കാരുണ്ട് ആൻഡ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു ലൈക്ക് ഐ ടോൾഡ് യു നോ ഒരു ഫോർമൽ ക്ലാസ് ഒന്നുമല്ല S5 EC ഓക്കെ ഫസ്റ്റ് ഇയർ CS ഓക്കെ ഫസ്റ്റ് ഇയർ CS S1 ഓക്കെ ഓക്കെ സോ മോസ്റ്റ്ലി ഫസ്റ്റ് ഇയേഴ്സ് ആണുള്ളത് ഐ ഗെസ് ഓക്കെ ഓക്കെ സോ ഫസ്റ്റ് ഇയേഴ്സ് പറയുമ്പോൾ ലൈക്ക് IEEE മെമ്പർഷിപ്പ് ഉള്ള എല്ലാവരും IEEE മെമ്പർഷിപ്പ് ഉള്ളവരല്ലേ യെസ് ഓർ നോ ഇൻ ചാറ്റ് ബോക്സ് യെസ് നോ അക്ഷയ് സുരേഷ് നോ ഓക്കെ ഓക്കെ സോ മിക്സ്ഡ് ആണ് yes and no ഓക്കെ സോ ഞാൻ ആക്ച്വലി IEEE വോളണ്ടിയർ ആയിരുന്നു IEEE ആക്റ്റീവ് ആയിരുന്നു 4 years ഓഫ് മൈ കോളേജ് ഫസ്റ്റ് ഇയർ തൊട്ട് 4 year ആൻഡ് കോളേജിലും പ്ലസ് കേരള സെക്ഷനിലും ഉണ്ടായിരുന്നു സോ I have conducted many sessions but this is my first time as a speaker so happy ആണ് and a bit nervous ആണ് okay so first of all like this personal brand നെ പറ്റി പറയുമ്പോൾ I would like to say that, see, your personal brand is what other people say about you when you are not in the room. So, അതാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക
സോ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ ഐ ഹോപ്പ് ലൈക്ക് എന്തെങ്കിലും ഒരു ഐഡിയ എൻ്റെ എക്സ്പീരിയൻസസ് നിന്ന് എൻ്റെ IEEE വോളണ്ടിയറിംഗിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഐ ഹോപ്പ് ആക്ച്വലി. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് IEEE. IEEE ഒരു ഇറ്റ്സ് മോർ ദാൻ എ ക്ലബ് ഫോർ മീ. ബിക്കോസ് ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി, ഒരുപാട് ഇവൻസിന്റെ പാർട്ടാവാൻ പറ്റി, ഒരു വൈഡ് എക്സ്പോഷർ തന്ന ഒരു ക്ലബ്ബാണ് ആക്ച്വലി IEEE. ഇപ്പം ഒരു വലിയ ഓഡിയൻസിനെ ഫേസ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഒരു വലിയ ഇവന്റ് തനിയെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായാലും പ്ലാനിങ് എല്ലാ സ്റ്റേജും അല്ലെങ്കിൽ എല്ലാ പ്രിപ്പറേറ്ററി സ്റ്റേജസും ഒക്കെ ഓരോരോ IEEE ഇവന്റ്സിലൂടെ നമുക്ക് കിട്ടിയിരുന്നു ആക്ച്വലി. സോ അതൊരു വലിയ എക്സ്പോഷറാണ്. ആൻഡ് IEEE ഈസ് ലൈക്ക് ഫാമിലി പോലെയാണ്. സോ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിയില്ല, ഇപ്പോ മെയ്സ് IEEE പറ്റി എല്ലാവരും കേട്ടില്ലേ? മെയ്സിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. സോ അതായിരുന്നു എൻ്റെ കോളേജ്. അപ്പം വി ഹാവ് കണ്ടക്റ്റഡ് മെനി ഇവന്റ്സ് ലൈക്ക് ഡോട്ട് ഹാക്ക്, ഒരു ഹാക്കത്തോൺ കോമ്പറ്റീഷൻ, പിന്നെ സ്പാർക്ക്, അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. പിന്നെ കേരള സെക്ഷനിൽ ഞാൻ വൈസിന്റെ കോർഡിനേറ്റർ ആണ്. ആൻഡ് ദിസ് ഇസ് വീന്റെ ഇവന്റ്, റൈറ്റ്? സോ ഇവിടെയുള്ള വീന്റെ മെമ്പേഴ്സ് അല്ലാത്തൊരു സെഷനിലില്ലേ? Again, yes or no in the chat box. എല്ലാരും വി മെമ്പേഴ്സ് ആണോ? ഓ ഓക്കെ. ആക്ച്വലി വി മെമ്പേഴ്സ് ആവില്ലല്ലോ, ബിക്കോസ് ഐ ക്യാൻ സീ ബോയ്സ് ആൻഡ് ഗേൾസ് ഹിയർ. ഓക്കെ, സോ IEEE ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, IEEE ഈസ് നോട്ട് അബൌട്ട് വോളണ്ടിയറിംഗ്. നമ്മൾ ജോയ് ഓഫ് വോളണ്ടിയറിംഗ് എന്ന് പറയും. സോ അത് നമുക്ക് കുറെ ഇവന്റ്സിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടും. പ്ലസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ IEEE ഇപ്പം കരിയർ ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. IEEE കരിയർ ഓറിയന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും ഐ ഗെസ്. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് സ്കോളർഷിപ്സ് ഉണ്ട്, പിന്നെ ട്രാവൽ ഗ്രാൻസ് ഉണ്ട്, പിന്നെ ഒരുപാട് സെമിനാർസ്, വെബിനാർ എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ IEEE SPS സ്കോളർഷിപ്പിന്റെ റെസിപ്പിയന്റ് ആയിരുന്നു 2024. അത് അത്ര പാടൊന്നുമില്ല കിട്ടാൻ. ബിക്കോസ് അവര് വേൾഡ് വൈഡ് 20 ആൾക്കാർക്ക് എന്തോ കൊടുക്കും. അപ്പോ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഇസ് ലൈക്ക് കുറച്ച് ടഫാണ്. കാരണം ഇരുന്ന് മെനക്കെട്ടിരുന്ന് ചെയ്യണം. സോ ലൈക്ക് ദേ വിൽ ബി ആസ്കിങ് മെനി ക്വസ്റ്റ്യൻസ്. നമ്മൾ എസ്സേ ചെയ്തേണ്ടി വരും ഓരോരോ ക്വസ്റ്റ്യൻസിനൊക്കെ. ബട്ട് ലൈക്ക് യു ക്യാൻ യൂസ് ചാറ്റ് ജിപിറ്റി യൂസ് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ലൈക്ക് ഹ്യൂമനൈസ് ചെയ്തിട്ട് ചാറ്റ് ജിപിറ്റി കണ്ടന്റ്സ് ഹ്യൂമനൈസ് ചെയ്തിട്ട് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസ് വെക്കാൻ പറ്റും ബേസ്ഡ് ഓൺ യുവർ വോളണ്ടിയർ എക്സ്പീരിയൻസസ് ആൻഡ് ഓൾ. അത് ലൈക്ക് ആക്ച്വലി എളുപ്പമാണ് ഓരോ സ്കോളർഷിപ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ IEEE SPS സ്കോളർഷിപ്പിന്റെ ഇത്തവണത്തെ ഡേറ്റ് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. SPS സ്കോളർഷിപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നോ ആയതുകൊണ്ടാണോ ചാറ്റ് ബോക്സിൽ റിപ്ലൈ വരാത്ത? നോ, ഓക്കെ, ഇല്ല. ഓക്കെ, സോ ഐ ഗെസ് യുവർ IEEE ലീഡർഷിപ്പ് ആൾക്കാര് സ്കോളർഷിപ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടാവും. ബട്ട് ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം, SPS, IEEE SPS സ്കോളർഷിപ്പ്. അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് പക്ഷെ ഒരു 2 days ഒക്കെ അതിന് വേണ്ടിയിട്ട് ഇരിക്കണം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് എസ്സേ, ഒരുപാട് എഴുതാനുണ്ട്. പിന്നെ ഉള്ളത് വെച്ചാൽ കോൺടെസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പോ വൈസിന്റെ കോൺടെസ്റ്റ് ഉണ്ട്, വിമൻ ഇൻ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അത് സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു വീഡിയോ, ലൈക്ക് അവർ വിമൻസ് ഡേന്റെ പാർട്ടായിട്ടായിരിക്കും നടത്തുക. ഒരു വീഡിയോ ഉണ്ടാക്കുക, ഒരു 5 minute. SPC സ്കോളർഷിപ്പ് നൈ, ഇറ്റ്സ് IEEE SPS സ്കോളർഷിപ്പ്. SPS സിഗ്നൽ പ്രോസസിംഗ് സൊസൈറ്റി, അതാണ് SPS. ഓക്കെ, സോ ഇപ്പൊ ഞാൻ പറഞ്ഞത് വൈസിന്റെ കോൺടെസ്റ്റിനെ പറ്റിയാണ്. സോ വൈസിന്റെ കോൺടെസ്റ്റ് ഇസ് ലൈക്ക് ഒരു 2 minutes വീഡിയോ ജസ്റ്റ് ചെയ്യാം. ആൻഡ് നമുക്കൊരു തീം തരും, വിമൻ ഇൻ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ഒരു തീം തരും. ജസ്റ്റ് ക്രിയേറ്റ് എ വീഡിയോ, ജസ്റ്റ് അപ്ലോഡ് ഇറ്റ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ അത് ചെയ്തത്. ആൻഡ് അതിന് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു.
സോ അതും ലൈക്ക് ടീമായിട്ട് ചെയ്തു. ലൈക്ക് വി വർ എ ടീം ഓഫ് 6 people and yeah, we were a team of 6 people and അത് വാസ് ലൈക്ക് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ചെയ്തേ, ബിക്കോസ് നമുക്ക് ഈ കോമ്പറ്റീഷനെ പറ്റി ആദ്യം അറിയില്ലായിരുന്നു. അത് അറിഞ്ഞത് തന്നെ ജസ്റ്റ് 2 days ബാക്ക് ആണ്, ലൈക്ക് ഡെഡ് ലൈൻ്റെ 2 days ബാക്ക്. സോ ചെയ്തു, ബട്ട് വി ഗോട്ട് സെലക്റ്റഡ്. സോ അത് ഒരു ഇവന്റ് ആണ്, കോണ്ടസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ഗ്രാൻഡ്സ് ഉണ്ട്. ട്രാവൽ ഗ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ IEEE കേരള സെക്ഷനിൽ നിന്ന് ആൾക്കാർ പോയിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. ലൈക്ക് തായ്ലൻഡ് പോയിട്ടുണ്ട്, പിന്നെ ദുബായ് പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ IEEE ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൽ നിന്ന് 2 പേര് പോയിട്ടുണ്ടായി. സോ അത് ഫുൾ IEEE സ്പോൺസർഡ് ആണ്. IEEE സ്പോൺസേർഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈക്ക് ഒരു കുറെ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ലൈക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു സെഷൻ പോലെ ഗെയിംസ് ഒക്കെ ഉണ്ടാവും, അവിടെ നിന്ന് കുറെ ഗുഡീസ് കിട്ടും. സോ അത് അറ്റൻഡ് ചെയ്യാം. ബട്ട് ലൈക്ക് ഫുൾ IEEE സ്പോൺസേർഡ് ട്രാവൽ ഗ്രാൻഡ്സ് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ട്രാവൽ ഗ്രാൻഡ്സിന്റെ പേരുകൾ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. ലൈക്ക് IEEE പേജ് ഉണ്ട്, IEEE സ്റ്റുഡന്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. സോ അവിടെ പോയി കഴിഞ്ഞാൽ ലൈക്ക് യു ക്യാൻ ഫൈൻഡ് ഓൾ ദീസ് ട്രാവൽ ഗ്രാൻഡ്സ്. സോ ലൈക്ക് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചൊന്നും അപ്ലൈ ചെയ്യാതിരിക്കരുത്. ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു പ്രസന്റ് യുവർ സെൽഫ്. അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് ദേ വിൽ ബി ആസ്കിങ് മെനി ക്വസ്റ്റ്യൻസ്. ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഒന്ന് മെനക്കെട്ടിരുന്ന് ലൈക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലൈക്ക് പോസിബിലിറ്റീസ് ഉണ്ട് നമ്മൾ സെലക്ട് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ വോളണ്ടിയറിങ് എക്സ്പീരിയൻസസും പിന്നെ പ്രൊജക്ട്സും ഒക്കെ ചെയ്തത് പിന്നെ കുറച്ച് തള്ളുക. ബേസിക്കലി SPS സ്കോളർഷിപ്പ് ഒക്കെ അങ്ങനെയാണ്. ബേസിക്കലി തള്ളുക എന്നൊരു കഴിവുണ്ടെങ്കിൽ ലൈക്ക് യു വിൽ ഗെറ്റ് ഇറ്റ്. പിന്നെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവണം, ഫുൾ തള്ളൽ മാത്രം ആവില്ല, കുറച്ച് പോയിന്റ്സ് ഉണ്ടാവണം. ഓക്കെ, സോ അതാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് പറയുവാണെങ്കിൽ ഇതുപോലെ ഇപ്പൊ SPS ഞാൻ പറഞ്ഞതുപോലെ വീന്റെ സ്കോളർഷിപ്പ് ഉണ്ട്. അത് പക്ഷെ എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ ആണ്. സോ അത് ലൈക്ക് CGPA ക്രൈറ്റീരിയ ഉണ്ട്. അതിന് 8.5 ആണെന്ന് തോന്നുന്നു CGPA ക്രൈറ്റീരിയ. സോ അത് നോക്കുക. ഈ SPS സ്കോളർഷിപ്പിന് CGPA ക്രൈറ്റീരിയ ഇല്ല. ഇലക്ട്രോണിക്സ്, CS ബാക്ക്ഗ്രൗണ്ട്, ട്രിപ്പിൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും പറ്റും. പിന്നെ AESSന്റെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ഇതൊക്കെ ഞാൻ AESS ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത സ്കോളർഷിപ്പാ. സോ AESSന്റെ സ്കോളർഷിപ്പ് ഇസ് ലൈക്ക് എയറോസ്പേസ് സൊസൈറ്റിന്റെ ആണ്. സോ അതിലും CGPA കട്ട് ഓഫ് ഉണ്ട്. ബട്ട് നമ്മുടെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ ലൈക്ക് ഹൗ യു ആർ പ്ലാനിങ് ടു അലൈൻ യുവർ സെൽഫ് ഇൻ ദിസ് ഫീൽഡ് എയറോസ്പേസ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ ബേസിക്കലി പറയുവാണെങ്കിൽ ത്രീ തിങ്സ് ആണ് IEEE ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുള്ള. ഒന്ന് ട്രാവൽ ഗ്രാൻഡ്സ്, പിന്നെ സ്കോളർഷിപ്പ്, പിന്നെ കുറെ ഇവന്റ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ എക്സ്പോഷർ കിട്ടും. യു ക്യാൻ കണക്ട് വിത്ത് ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് ആൻഡ് ഓൾ. സോ ദാറ്റ് ഈസ് എ briefing about IEEE opportunities. Like all good. സോ ഇനി IEEE പറ്റി, IEEE ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയണമെന്നുണ്ടോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ആരെങ്കിലും. ഐ നോ ഞാനിത് വെറുതെ ചോദിക്കുന്നതാണ്, ആരും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഞാനൊക്കെ ഇവന്റ് നടത്തുന്ന സമയത്ത് ലൈക്ക് 49 ഒന്നും കൗണ്ട് ഉണ്ടാവില്ല, ചിലപ്പോൾ 30 ഒക്കെ കൗണ്ട് ഉണ്ടാവുള്ളൂ. ആൻഡ് ഐ വാസ് എ ഹോസ്റ്റലർ. സോ എല്ലാ റൂമിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയിരിക്കും, ജസ്റ്റ് ഒന്ന് ഓണാക്കി വെച്ചാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഇവന്റ്സ് നടത്തിക്കൊണ്ടിരുന്നത് ആക്ച്വലി. സോ എനിക്കറിയില്ല ഇതിൽ എത്ര പേര് വെറുതെ ഓണാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടാവും. ബട്ട് ദിസ് ഇസ് ഫൺ. വേറെ IEEE ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി എന്തെങ്കിലും ലൈക്ക് അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, ലൈക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ. ഹലോ. ഓക്കെ, കൂൾ. If there is
എനിത്തിങ് യു ക്യാൻ റേസ് യുവർ ഹാൻഡ്സ് അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. കേൾക്കുന്നുണ്ടോ ആക്ച്വലി? About hackers marathon. Hackathons, okay. So hackathons ne പറ്റിയാണ്, right? അക്ഷയ്, okay. So like your message or something else, wait. Hackers marathon in real life application. Okay, I guess the hackathons ne പറ്റിയാണ്. So IEEE കുറേ ഹാക്കത്തോൺസ് നടത്തുന്നുണ്ട്. മെയിനായിട്ടും അത് IEEE വേൾഡ് വൈഡ്, ഇപ്പം ഈ സ്കോളർഷിപ്സ്, ട്രാവൽ ഗ്രാൻഡ്സ് ഒക്കെ വേൾഡ് വൈഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിലും ബട്ട് ഈ ഹാക്കത്തോൺസ് ഒക്കെ മേജർലി കോളേജസ് നടത്താറുണ്ട്. ഡിഫറെന്റ് കോളേജസ് അവരുടെ SBs നടത്താറുണ്ട്. ഇപ്പോ എന്താണ്, ഇപ്പൊ ഞാൻ പഠിച്ച കോളേജില്, ഞാൻ അലുമിനേറ്റുള്ള കോളേജില് നമ്മൾ ഡോട്ട് ഹാക്ക് എന്ന് പറഞ്ഞൊരു ഇവന്റ് നടത്താറുണ്ട്. ഹാക്കത്തോൺ ആയിട്ട് ഒരു 48 hour ഹാക്കത്തോൺ. അത് ഇത്തവണത്തെ കഴിഞ്ഞു ആക്ച്വലി. സോ അങ്ങനെ ലൈക്ക് യു ക്യാൻ ഫോളോ IEEE പേജസ് ഫോളോ ചെയ്യാം ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നുണ്ടാവുമല്ലോ ഹാക്കത്തോൺസിനെ പറ്റിയൊക്കെ. സോ ഇതൊക്കെ ആക്ച്വലി നല്ലതാണ് ഹാക്കത്തോൺസിനൊക്കെ പോകുന്നത്, ബിക്കോസ് നിങ്ങൾക്ക് കുറെ പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. IEEE മെയിൻ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ഇന്ററാക്ടിങ്, നെറ്റ്വർക്കിംഗ് ഒക്കെയാണ്. സോ ഒരുപാട് പേരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഹാക്കത്തോൺസിനൊക്കെ പോകുമ്പോൾ ഇറ്റ്സ് ഫൺ. ഞാൻ ആക്ച്വലി ഹാക്കത്തോണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വോളണ്ടിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഹാക്കത്തോൺസ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം തരുന്നു, അവര് അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അതൊരു സൈഡ്. ബട്ട് അതർ സൈഡില് ലൈക്ക് നൈറ്റിൽ ഇപ്പൊ ചിലരിപ്പോ ഞാൻ ഒരു ഇവന്റ് കണ്ടതാണ്, തട്ടുകട പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കും, പിന്നെ കുറെ ലീസ്, കുറെ ചിലപ്പോ റെഡ് ബുൾ, അങ്ങനെ അതൊരു വൈബാണ്. സോ അങ്ങനെ പോകുന്നവരുണ്ട്. ഇപ്പം ഹാക്കത്തോന്റെ റിയൽ ഇപ്പൊ വിന്നർ ആവാൻ പോണ അല്ലെങ്കിലും ലൈക്ക് ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ടാവും. സോ ആ ഒരു പാർട്ട് ഇസ് ഫൺ. ലൈക്ക് ലേറ്റ് നൈറ്റ് കുറെ ഇവന്റ്സ്, കുറെ ആൾക്കാർ ഇവന്റ്സ് ഉണ്ടാവും വേറെ ഇതിൽ കൂട്ടത്തി. പിന്നെ കുറെ ഇപ്പോ ചിലപ്പോ സ്റ്റോറൊക്കെ തുറന്നുണ്ടാവും, ഐസ്ക്രീം, അങ്ങനെ കുറെ. സോ അതൊരു പാർട്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹാക്കത്തോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇസ് വെരി ഗുഡ്, ബിക്കോസ് ലൈക്ക് യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ഇപ്പൊ അവരൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് തരാം, അത് ലൈവായിട്ട് തരുമായിരിക്കും. സോ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്പ് ചെയ്യാനായിരിക്കും, അതും അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹാർഡ്വെയറിനോട് താല്പര്യമുള്ളവർക്ക് ആ രീതിക്ക് സൊല്യൂഷൻ ബിൽഡ് ചെയ്യാം. സോ ലൈക്ക് ആർക്കും ഒരു പ്രോ ആയിട്ട് ഒരിക്കലും ഒരു ഹാക്കത്തോണിന് പോകാൻ പറ്റില്ല. ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ ആ ഒരു സ്റ്റാക്കില് നോളജ് ഇല്ലാന്ന് വെച്ചാൽ ഞാൻ പോവാതിരിക്കല്. ബട്ട് യു ഷുഡ് ഗോ, ലൈക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോകണം. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോ ഞങ്ങളൊക്കെ ലൈക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പോയ ഒരു ഹാക്കത്തോൺ, ഫസ്റ്റ് ഹാക്കത്തോൺ വാസ് ലൈക്ക് ഐ ഹാവ് സീറോ നോളജ്, എനിക്ക് അറിയില്ല. പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ പോകുന്നുള്ളതുകൊണ്ട് വെറുതെ പോയതാണ്. ബട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറെ പഠിക്കും, കാരണം അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കും അവിടെ ഇരുന്ന്. സോ ഹാക്കത്തോൺസ് ലൈക്ക് ആക്ച്വലി ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമും കൂടിയാണ്. ഫസ്റ്റ് ഹാക്കത്തോണൊക്കെ പോയിട്ട് വിൻ ചെയ്യാ ലൈക്ക് അതിബുദ്ധിമാന്മാർക്കൊക്കെ ആയിരിക്കും പറ്റുക. സോ അതാണ് ഹാക്കത്തോൺ. നിങ്ങൾക്ക് സീറോ നോളജ് ആണെങ്കിലും ജസ്റ്റ് പോവാ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ആൻഡ് അതിൽ നിന്ന് എന്തുമാത്രം ബെനിഫിറ്റ്, എന്തുമാത്രം ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, എന്തുമാത്രം ടെക് സ്റ്റാക്കുകൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമുക്ക് ഒരു നോളജ് കിട്ടും, ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതൊക്കെ പഠിക്കണം, ഓക്കെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഹാക്കത്തോണിൽ എങ്ങനെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും ഈ ഹാക്കത്തോൺസ് ഹെൽപ്പ് ചെയ്യും ആക്ച്വലി. സോ അക്ഷയ്, ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഹലോ അക്ഷയ്, ലൈക്ക് ഓക്കെ. ഓ മൈ ഗോഡ്, താങ്ക് യു മാം എന്നൊക്കെ. ഓ മൈ ഗോഡ്, ഞാൻ നിങ്ങളുടെ തൊട്ട് സീനിയറാ. ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ കൂടി ഐ എം ജസ്റ്റ് യുവർ സീനിയർ, ഡോണ്ട് കോൾ മീ മാം ആൻഡ് ഓൾ.
Okay. Is IEEE membership beneficial for civil students? Okay. So, yeah, അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. ഹെസ്റ്റി. ഓക്കെ. മെമ്പർഷിപ്പ് ലൈക്ക് രണ്ട് ആസ്പെക്റ്റിലാണ്. ഒന്ന്, ഇപ്പം കുറെ പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, കോളേജ് ലൈഫ് കുറച്ചും കൂടി കളറാക്കാൻ പറ്റും ഈ IEEE മെമ്പർഷിപ്പ് അല്ലെങ്കിൽ IEEE ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കുറെ ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ ഒരു വോളണ്ടിയറിങ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ് ഒക്കെ സ്കിൽസ് ഒക്കെ ഉണ്ടാക്കി ലൈക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് IEEE മെമ്പർഷിപ്പ് ബെനിഫിഷ്യൽ ആണ് ഫോർ സിവിൽ സ്റ്റുഡൻസ്. പിന്നെ ഇപ്പം സിവിലിൽ പഠിക്കുന്നവർക്ക് തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ളതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, ലൈക്ക് ടെക് റിലേറ്റഡ് ഡൊമൈനിൽ വർക്ക് ചെയ്യണം, അതിൽ കൂടുതൽ യു ക്യാൻ മേക്ക് യൂസ് ഓഫ് IEEE ഓപ്പർച്യൂണിറ്റീസ്. സോ രണ്ട് രീതിയിലും IEEE മെമ്പർഷിപ്പ് ഒരു ബെനിഫിറ്റ് ആണ്. ഐ നോ ദ പ്രൈസസ് കുറച്ച് കൂടുതലാണ്. ഹാഫ് ഇയർലി മെമ്പർഷിപ്പ് ഉണ്ട് തോന്നുന്നു 700. ബട്ട് സ്റ്റിൽ യാ ബെനിഫിഷ്യൽ ആണ് സിവിൽ സ്റ്റുഡൻസിനും. പക്ഷെ മോസ്റ്റ്ലി ഐ തിങ്ക് സിവിലിന് വേണ്ടിയിട്ട് വേറെ കുറച്ച് ക്ലബ്സ്, ഈ ASSC, അസോസിയേഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ്, അങ്ങനത്തെ എന്തോ അതൊക്കെ ഉള്ളതുകൊണ്ട് കുറെ ക്ലബ്സ് ഉണ്ട് ഇപ്പൊ കോളേജസിൽ. ASME, മിക്ക്, ASC, സിവിൽ. അപ്പോ ബട്ട് IEEE അതൊരു വേറൊരു വേൾഡ് ആണ് ആക്ച്വലി. യാ, 1 second. ഓക്കെ, താങ്ക് യു. ഓക്കെ, യാ, താങ്ക് യു മാം ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, സോ എനിത്തിങ് അബൌട്ട് IEEE? വേറെ എന്തെങ്കിലും അറിയാൻ? Advice to first year students from bio background as an IEEE member. Ganga Vinod. Okay. Yeah, Ganga, like, may I know your department? CSEC. CS. ഓക്കെ, ബയോ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഞാൻ പഠിച്ചത് ആക്ച്വലി ഈസിയാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് ഞാൻ വർക്ക് ചെയ്യുന്നത് IT ഫീൽഡിലാണ്, അനലിസ്റ്റ് ആയിട്ട്, ഡേറ്റ അനലിസ്റ്റ്. സോ ഇറ്റ് ഈസ് അബൌട്ട് യുവർ ഇൻട്രസ്റ്റ്. നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചാണ് നിങ്ങളെ ഡൊമൈൻ അലൈൻ ചെയ്യുക. സോ ഇപ്പോൾ ഐ ഹാവ് മെനി ഫ്രണ്ട്സ്, സിഎസിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ബയോയിൽ നിന്ന് വന്ന് ലൈക്ക് നല്ല രീതിക്ക് പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് പ്ലേസ്മെന്റ് ആയാലും കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെന്റ് ആയാലും കുറേ പേരുണ്ട്. സോ ബയോ ബാക്ക്ഗ്രൗണ്ട് ഡസൻറ്റ് മാറ്റർ, ഇറ്റ് ഈസ് ദ എഫേർട്സ്, അതാണ് മാറ്റർ ചെയ്യുക. ഓക്കെ. Okay. Yes. So, any more questions? IEEE related item. Unmute ചെയ്തിട്ട് എനിക്കൊരു ക്വസ്റ്റ്യൻ കേൾക്കാൻ പറ്റുമോ? ഇല്ലായിരിക്കും അല്ലേ? ഫൈവ് ഫോർ ത്രീ ടു വൺ. ഇല്ലായിരിക്കും. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. സോ അതാണ് അബൌട്ട് IEEE. സോ IEEE ഈസ് ലൈക്ക് നിങ്ങൾ ലൈക്ക് ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനും ഒരു നല്ല പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി IEEE. സോ ജസ്റ്റ് ഇവന്റ്സിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ, ഇവന്റ്സിൽ വോളണ്ടിയർ മാത്രം ചെയ്യാതെ, ട്രൈ എക്സ്പ്ലോറിംഗ് ദീസ് ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൽ. സ്കോളർഷിപ്സ്, ട്രാവൽ ഗ്രാൻസ്, അതുപോലെ കോൺടെസ്റ്റുകൾ, അതൊക്കെ ഉണ്ടാവും. ഇപ്പം ഹാക്കത്തോൺ നടത്തുന്ന കുറെ ഹാക്കത്തോൺസ്, കുറെ കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇപ്പൊ പ്രൊജക്ട് ബിൽഡിംഗ് കോമ്പറ്റീഷൻസും എല്ലാം ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കി. Hello? Am I audible?
I'm extremely sorry, guys. Like, ഒരു നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. സോ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കാണ്. ലൈക്ക് ഹോപ്പ് ഐ എം ഓഡിബിൾ. ഓഡിബിൾ ആണ്. ഓക്കെ. So yeah, that's about IEEE. So next thing is like our session was about personal branding. Like how many of you are active on LinkedIn and other social platforms? Okay, I can see 3-4 people. 3-4, yes. 5, okay. Okay. Okay, so active ആണെന്നതുകൊണ്ട് like what you guys mean? Like എന്താണ് active എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? Connections. Okay, what connections? Can you unmute? And you saying something? ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മൈക്ക് ഓൺ ആക്കി പറയാം. ചേച്ചി നല്ല കൂളാണ്. അതെ. Okay, so ആരും അൺമ്യൂട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് I'll continue. So LinkedIn is not just about posting, it's about connecting with others. പിന്നെ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. സോ അത് എക്സ്പ്ലോർ ചെയ്യുക, അതെല്ലാമാണ് ലിങ്ക്ഡിൻ. അല്ലാതെ ജസ്റ്റ് പോസ്റ്റിംഗ് തിങ്സ്, റാൻഡം സ്റ്റഫ്സ് അതുകൊണ്ട് കാര്യമില്ല. ഇറ്റ്സ് അബൌട്ട് കണക്ടിങ് വിത്ത് പീപ്പിൾ. ഗംഗ റൈറ്റ്ലി സെഡ് ദാറ്റ് ഓൺ കണക്ഷൻസ്. ആൻഡ് കുറെ പോസ്റ്റ്, കുറെ സ്റ്റഫ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. Hello, am I audible? Guys, I said in the beginning, this isn't a class or anything formal, and I'm not your teacher or professor. Okay, anyways, I'm happy that at least chat boxing active ആണെന്നുള്ളതിൽ. Okay, so like mostly first years ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ like you can start. Yes. So first years ആണെങ്കിലും you can start searching for things in LinkedIn, like jobs അല്ല, but first yearsനുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ചിലപ്പം ഇന്റേൺഷിപ്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ. So you can use LinkedIn filters and search for that. And I guess third and fourth years ആരും ഇല്ലല്ലോ മീറ്റിൽ, only first years and second years, right? Yeah, so that is the one thing which you can do.
ഓൾസോ ലൈക്ക് യുവർ പോർട്ട്ഫോളിയോ ഓർ യുവർ പ്രൊഫൈലിൽ അബൌട്ട് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ചാറ്റ് GPT വെച്ചിട്ടും ബാക്കി AI ടൂൾസ് വെച്ചിട്ടും ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ഇടാം. ആൻഡ് അതൊരു നെസസിറ്റി അല്ല, ബട്ട് സ്റ്റിൽ യു ക്യാൻ ഡു ദാറ്റ് ബീങ് എ ബിഗിനർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ you can present yourself on LinkedIn. Okay. Next thing is like, and I was planning to say about other job searching sites and all, like Naukri and all, for fourth years, but fourth years only illathonde I'm not just getting into that one. Okay, so another thing is like, നിങ്ങൾക്ക് കോളേജിൽ പ്ലേസ്മെന്റ്സ് ഒക്കെ വരിക ആക്ച്വലി ഫോർത്ത് ഇയറിലാണ്. ഫോർത്ത് ഇയറിന്റെ ഫസ്റ്റ് സെം ആൻഡ് സെക്കൻഡ് സെം. സോ യു വിൽ ബി ഹാവിങ് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ടോൾ. സോ പ്ലേസ്മെന്റ്സ് നോക്കുന്നവരുണ്ടാവും, ഹയർ സ്റ്റഡീസ് നോക്കുന്നവരുണ്ടാവും. അപ്പൊ എന്നോട് നിമ്മി പറഞ്ഞിരുന്നു ലൈക്ക് ഗേറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കണം എന്ന്. ബട്ട് ഐ ഡോണ്ട് നോ വെദർ ദിസ് ഇസ് ദ റൈറ്റ് ഓഡിയൻസ് ഓർ നോട്ട്, ബിക്കോസ് ഫസ്റ്റ് സെമ്മിലെ ആൾക്കാർക്ക് ലൈക്ക് ഹൗ ക്യാൻ ഐ ഗിവ് ദാറ്റ് ലെവൽ ഓഫ് ഓറിയന്റേഷൻ, ഐ ഡോണ്ട് നോ. So one thing that we can do is like നിങ്ങൾക്ക് questions ചോദിക്കാം and I'll be happy to answer all those questions. IEEE ആയിരുന്നു ഞാൻ ലെക്ചർ പോലെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്. ബട്ട് അതർ ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും I'm not sure whether this is the correct audience or not. That's why. So you can raise your questions in chat boxൽ raise ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. Is that okay? Sana Fatima has raised the hand. നേരത്തെ മെസ്സേജ് ആണോ ആക്ച്വലി? ഹലോ സന, ലെഫ്റ്റ് ആയി കാണും അല്ലേ? ഓക്കെ, സോ ഹലോ ഗൈസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഹാൻഡ്സ് റേസ് ചെയ്ത് ചോദിക്കാം. like 30 minutes ആയി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. സോ അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ലെക്ചർ പോലെ ആയിപ്പോ. ഓക്കെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇസ് ബേസിക്കലി നിങ്ങൾ ഏത് ഡൊമൈനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും. സോ ഇപ്പോൾ ഫസ്റ്റ് ഇയർ CS-ലുള്ള ഒരാളാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ്, ആ ഒരു റോളിലേക്കാണ് നിങ്ങളുടെ ഏത് റോളിലേക്കാണ് നിങ്ങളുടെ ഒരു അലൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് നോക്കണം. ആൻഡ് അതിനനുസരിച്ചായിരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതും അത് കണ്ടെത്തേണ്ടതും. ഓക്കെ, സോ ഇപ്പോൾ പ്ലേസ്മെന്റ്സ്, ഇപ്പം ഇലക്ട്രോണിക്സ്, ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ്, ബട്ട് മൈ ഇൻട്രസ്റ്റ് വാസ് ടുവേർഡ്സ് ഡേറ്റ അനലിറ്റിക്സ്. സോ അതുകൊണ്ടാണ് ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു ജമ്പ് ഉണ്ടായത്, ഡൊമൈൻ ചേഞ്ച് ഉണ്ടായത്. സോ നിങ്ങൾ ഏത് ഡൊമൈനാണ് പഠിക്കുന്നത് എന്നതല്ല, ലൈക്ക് ഏത് ഡൊമൈനിലാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് മാറ്റർ ചെയ്യുക. ആ ഒരു ഡൊമൈനിലേക്ക് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ലൈക്ക് സ്മോൾ സ്റ്റെപ്സ്, നമ്മൾ പറയാറില്ലേ, സ്മോൾ സ്റ്റെപ്സ്, ബിൽഡ് യുവർ സ്കിൽസ്, ഷെയർ യുവർ സ്റ്റോറി ആൻഡ് ദെൻ ദ ബ്രാൻഡ് വിൽ ഫോളോ. ലൈക്ക് അങ്ങനെയാണ്. ഏത് ഡൊമൈനിലേക്കാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതിനനുസരിച്ചുള്ള ജോബ് റോളിലേക്ക് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ഹയർ സ്റ്റഡീസ് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഗേറ്റ് ഒരു നല്ല ഓപ്ഷനാണ്. ഗേറ്റ് നിങ്ങൾക്ക് എഴുതാം, തേർഡ് ഇയറിൽ എഴുതാം ഗേറ്റ്. സോ ഗേറ്റ് ക്വാളിഫൈ ആയ ആ ഒരു സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് കുറെ PSUs ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം നവരത്ന കമ്പനീസ്, പിന്നെ DRDO, പിന്നെ BHEL, BEL, അതൊക്കെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കലാണ്. പിന്നെ ഗേറ്റ് സ്കോറിന് വാല്യൂ ഉണ്ട്. ഗേറ്റ് ക്വാളിഫൈ ആവാന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ഓക്കെ,
ആൻഡ് പിന്നെ ഗേറ്റ് കോച്ചിങ്ങിന് പോകുന്നവരുണ്ട്, ലൈക്ക് ഇതിന്റെ കൂടെ തന്നെ ഗേറ്റ് കോച്ചിങ് നടത്തുന്നവരുണ്ട്, അല്ലാതെ പോകുന്നവരുണ്ട്. ബട്ട് ഗേറ്റ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചാൽ നല്ലതായിരിക്കും. ബിക്കോസ് ഒരു ഇയർ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കളയേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ. ആൻഡ് ഇപ്പം ഗേറ്റിന് പോയി കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ PSUസിൽ കയറുന്ന പോലെ തന്നെ ലൈക്ക് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാൻ പറ്റും. IIT, NIT, V8 അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാനും ഗേറ്റ് സ്കോർ വേണം. IITസിലൊക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാവും ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും. NIT, കാലിക്കറ്റിലൊക്കെ ഇന്റർവ്യൂ ഇല്ല, ഗേറ്റ് സ്കോറിന്റെ മാത്രം ബേസിലാണ് അവർ എടുക്കുക. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും ലൈക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അത് ഓരോരോ കമ്പനീസിന്റെ കരിയേഴ്സ് എന്ന് പറഞ്ഞ പേജിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കുറെ നിങ്ങൾ യൂട്യൂബിൽ നമ്മൾ റാൻഡം വീഡിയോസ് കാണുന്നത് പോലെ ജസ്റ്റ് സെർച്ച് ചെയ്യും ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, ഫോർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ്. അപ്പോൾ കുറെ MNCസിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. 6 months, 5 months, ചിലത് റിമോട്ട് ആയിട്ടായിരിക്കും. അപ്പോൾ റിമോട്ട് ആയിട്ട് അല്ലാത്തതിൽ നിങ്ങളുടെ കോളേജ് പെർമിഷൻ തരുവാണെങ്കിൽ പോവാം, ഓക്കെ. അല്ലെങ്കിൽ റിമോട്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ലൈക്ക് പ്ലേസ്മെന്റ് ടൈം ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ജോബിനുള്ള സമയമൊക്കെ ആകുമ്പോഴത്തേനും അതൊരു ആഡ് ഓൺ ആവും. ഓക്കെ, യെസ്, ദിസ് ഇസ് വാട്ട് ഹലോ ഹലോ I can see some claps and all, but guys, ആരെങ്കിലും ഒരാളെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട്, ഇപ്പം ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള നിമ്മി, ഫെബ, അവരല്ലാതെ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും സംസാരിക്കൂ. ഐ നോ നടക്കാൻ പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒരു എഫേർട്ട് ഇടാണ്. നമ്മൾ പരിപാടി നടത്തുന്ന സമയത്ത് ആരെങ്കിലും ഒരാളെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. എന്തൊക്കെ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് ആസ് എ ഫസ്റ്റ് ഇയർ? ലൈക്ക് ദാറ്റ് ഇസ് വാട്ട് ഐ സെഡ്. എന്തൊക്കെ സ്കില്ലാണെന്നുള്ളത്, ഏതൊക്കെ ഡൊമൈൻ ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പം ഇലക്ട്രോണിക്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? CS. ഓക്കെ, സോ അതിൽ നിങ്ങൾ ബേസിക് ആയിട്ടും ഇപ്പം കോളേജിൽ പ്ലേസ്മെന്റിന് വരുന്നവരൊക്കെ കോമ്പറ്റേറ്റീവ് കോഡിംഗ് ആണ് നോക്കുക. ഇപ്പം IEEE തന്നെ ഒരു IEEE എക്സ്പ്ലോർ ഉണ്ട്, അതൊരു കോഡിംഗ് കോമ്പറ്റീഷൻ ആണ്. സോ അത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, സർട്ടിഫിക്കറ്റിനും വാല്യൂ ഉണ്ട്, ആക്ടിവിറ്റി പോയിന്റ്സ് ഒക്കെ. പിന്നെ കോമ്പറ്റേറ്റീവ് കോഡിംഗ് പ്രാക്ടീസ് ചെയ്യും. ഇപ്പം ഹാക്കർ റാങ്ക്, ഹാക്കർ അടുത്ത് പോലുള്ള സൈറ്റുകളുണ്ട്, അതിൽ ഡെയിലി ലീഡ് കോഡ് കുറച്ചും കൂടി കൂടിയതാ. ഈ ഹാക്കർ റാങ്ക് കുറച്ചൊരു മിനിമം ലെവലിലുള്ളതാ. അപ്പം കോഡിംഗ് പഠിക്കുക, കോമ്പറ്റേറ്റീവ് കോഡിംഗ്, അതാണ് ഒരു മെയിൻ ടൂൾ ഒരു CS ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആ പോകണമെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടൂൾസിനെ പറ്റി പഠിക്കുക. ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ ഒരു രീതിക്കാണെങ്കിൽ ബേസിക്കലി കോമ്പറ്റേറ്റീവ് കോഡിംഗ് ആണ്. ഇപ്പൊ ഹാക്കർ റാങ്കിലൊക്കെ മീഡിയം, ഹാർഡ്, ഈസി ലെവലുള്ള ഒരെണ്ണമുണ്ട്. അപ്പോൾ ലൈക്ക് ഡെയിലി നിങ്ങൾക്ക് ഒരു 5-10 കോഡ്സ് ചെയ്ത് പഠിക്കാം. സോ അതൊരു ബെനിഫിഷ്യൽ ആയിരിക്കും. പ്ലേസ്മെന്റ് ടൈം ഒക്കെ ആകുമ്പോഴത്തേനും കമ്പനീസ് യൂഷ്വലി കോളേജിൽ വരുന്നവരൊക്കെ ഗൈസ് അൺമ്യൂട്ട് ആക്കി. ഓക്കെ, സോ പ്ലേസ്മെന്റ് ടൈമിലൊക്കെ അവർ കോഡിംഗ് ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാവരും ക്ലിയർ ചെയ്യും, പിന്നെ കോഡിംഗ് ആണ് വരുന്നത്. സോ അത് എങ്ങനെ ഒപ്റ്റിമൈസ്ഡ് കോഡ് ചെയ്താമെന്നുള്ളതാണ് അവർ മാറ്റർ ആക്കുക. കോഡിംഗ് അല്ലാതെ വേറെ ഏതായിരിക്കും ഉള്ളത്? കോഡിംഗ് അല്ലാതെ വേറെ ഏതായിരിക്കും ഉള്ളത്? ലൈക്ക് CS ബാക്ക്ഗ്രൗണ്ടിലെ കാര്യമാണോ ചോദിക്കുന്നത്? ഇപ്പൊ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഐ ക്യാൻ സേ CS തന്നെ. CS ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അവര് യൂഷ്വലി കോഡിംഗ് ആണ് നോക്കാം. അല്ലാതെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റിംഗ്സ് പഠിക്കാം. ഓക്കെ, സോ ഇപ്പം കുറെ ടെസ്റ്റിംഗ് ഉണ്ട്, അത് ലൈക്ക് യൂട്യൂബിലൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഡേറ്റ അനലിസ്റ്റ് അങ്ങനത്തെ റോൾസിലേക്കാണ് വരുന്നതെങ്കിൽ SQL, SQL, പിന്നെ ഡാഷ്ബോർഡ് ഉണ്ടാക്കുന്ന പവർ BI, ഇത് ലൈക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. SQL, പവർ BI, പിന്നെ പൈത്തൺ. ലൈക്ക് എന്തിനായാലും പൈത്തൺ പഠിക്കുന്നത് ഇസ് വെരി ഗുഡ്. പിന്നെ AIML, ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അത് ഇപ്പൊ എന്ത് പഠിച്ചാലും അത് പഠിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഏജിൽ ലൈക്ക് വളരെ ബെനിഫിഷ്യൽ ആണ്.
സോ അതാണ് ഇപ്പം CS ബാക്ക്ഗ്രൗണ്ടിൽ ഏത് യു ക്യാൻ ഗോ ഫോർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, പിന്നെ ഡേറ്റ അനലിറ്റിക്സ്. ഡേറ്റ അനലിറ്റിക്സിലാണ് ഞാൻ പറഞ്ഞത് പവർ ബി, ടാബ്ലോ പോലെയുള്ള വിഷ്വലൈസേഷൻ ടൂൾസ്, പിന്നെ സീക്വൽ, പൈത്തൺ, പിന്നെ എക്സൽ ഫോർമുലാസ് ആൻഡ് ഓൾ. Is it clear, Anit? Okay. Is any other questions? പിന്നെ ഇപ്പോൾ കോഡിങ്, ഇപ്പം ബയോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും കോഡിങ് രസമില്ല, കോഡിങ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കില്ലേ. ലൈക്ക് നമ്മളൊക്കെ അങ്ങനെയായിരുന്നു ആദ്യമേ. നമ്മൾ ഈസി ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ലൈക്ക് കോഡിങ് വാസ് ലൈക്ക് എന്തോ ഒരു ഭീകരജീവിയായിരുന്നു. അപ്പം ആ ഭീകരജീവിയുടെ സൈഡിലേക്ക് നമ്മൾ നോക്കില്ലായിരുന്നു. ബട്ട് അത് അതിൻ്റെ ആവശ്യമില്ല. ലൈക്ക് സ്ലോ സ്റ്റഡി സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ മാസ്റ്റർ ദാറ്റ് വൺ ആസ് വെൽ. Okay. Any more questions? എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഡിന്നർ ടൈം ഒക്കെ ആയി കാണും. ഡിന്നർ ടൈം ആയോ? അതിനെങ്കിലും അൺമ്യൂട്ട് ചെയ്തോ. ലൈക്ക് ഐ ജസ്റ്റ് നീഡ് ടു ഹിയർ യെസ് ഓർ നോ. ഈസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? നിൽ ഫോർ വാട്ട്? ഡിന്നർ ടൈമിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണോ? ഓ, അക്ഷയ് ഇസ് ഫ്രം ഈസി. ഓക്കെ. സോ അക്ഷയ്ക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഈസി ബേസ്ഡ്? മീനുമോൾ പ്രകാശ് ഇസ് ഈസി. ഓക്കെ. സോ ഈസിയിലാണെങ്കിൽ ബേസിക്കലി എന്താ, നിങ്ങളൊരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴായിരിക്കും ഈസി എന്ന ക്വസ്റ്റ്യൻസ് ഇല്ല അക്ഷയ്ക്ക്. ഓക്കെ, ബട്ട് സ്റ്റിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആകുമ്പോഴായിരിക്കും നിങ്ങൾ ഈസിന്റെ മെയിൻ സാധനങ്ങൾ പഠിക്കുക. അപ്പോൾ പ്ലേസ്മെന്റ്സിനൊക്കെ ഈസി, സെൻസേഴ്സ് കാര്യങ്ങൾ, സെൻസർ ഇന്റഗ്രേഷൻ, IoT, ദാറ്റ് ഈസ് വാട്ട് യു ക്യാൻ ഡു. ഫസ്റ്റ് ഇയർ തൊട്ടേ IoTന്റെ ഒരു ബേസിക്സ് പഠിച്ചു തുടങ്ങാം. IoT സെൻസർ ഇന്റർഫേസിങ്, പിന്നെ IoT പ്രോട്ടോകോൾസ് ഉണ്ട്. അത് ലൈക്ക് തിയറട്ടിക്കൽ നോളജ് അല്ല, പ്രാക്ടിക്കലി പ്രൊജക്ട്സ് ചെയ്ത് നോക്കുക. IoT അത് കുറച്ച് സിമ്പിൾ സാധനമാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗും ആണ്. അപ്പം ഈസി ഡൊമൈനിലേക്ക് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ IoT ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ എംബഡഡ് സി, അത് പ്രോഗ്രാമിംഗ് ആണ്. ഇപ്പം പൈത്തൺ അല്ലെങ്കിൽ സി പ്രോഗ്രാമിംഗ് പോലെ എംബഡഡ് സി. ഓക്കെ, വേറെ എന്തെങ്കിലും? സെഷൻ നിങ്ങൾക്ക് ബോറടിച്ചോ? അതിനെങ്കിലും എനിക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒരു ആൻസർ അയക്കാൻ പറ്റുമോ? ചേച്ചി, ഞാൻ ഫസ്റ്റ് ഇയർ CS സ്റ്റുഡന്റ് ആണ്. അപ്പം എനിക്ക് ചോദിക്കാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുമോ? അപ്പം അതെങ്ങനെ നമ്മുടെ ഒരു ജോബിലേക്ക് വരുമ്പം അതെങ്ങനെ ബെനിഫിഷ്യൽ ആവും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റി അല്ല, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ്. അപ്പോൾ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. സോ അത് ലൈക്ക് ഇന്റേൺഷിപ്സ് ചെയ്യുന്നത് ലൈക്ക് വളരെ ബെനിഫിഷ്യൽ ആണ്. ജോബ് കേസിലേക്ക് വരുമ്പോൾ ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, റിമോട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പോയി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കോളേജിന്റെ പെർമിഷൻ ഒക്കെ വേണ്ടി വരും തോന്നുന്നു, ഐ ഗെസ്. സോ ബെനിഫിഷ്യൽ ആണെന്ന് ചോദിച്ചാൽ 100% ബെനിഫിഷ്യൽ ആണ്. ആൻഡ് അത് കിട്ടുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് കമ്പനീസിന്റെ കരിയർ സൈറ്റിലൊക്കെ പോവാ, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ, അല്ലെങ്കിൽ വേറെ ജോബ് സെർച്ചിങ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് സൈറ്റ്സുകൾ ഉണ്ടാവും, ഇൻഡീഡ്, നൗക്രി, അതിലൊക്കെ നോക്കാൻ പറ്റും. പെയ്ഡ് ഇന്റേൺഷിപ്സ് വെർത്താണോ? 10% വെർത്ത് അല്ല. പെയ്ഡ് ഇന്റേൺഷിപ്സ് ഒട്ടും വെർത്തല്ല. ഓക്കെ, വെയിറ്റ്. പെയ്ഡ് ഇന്റേൺഷിപ്സിലേക്ക് നിങ്ങൾ പേ ചെയ്യുന്നതല്ലേ ഗംഗ മീൻ ചെയ്തത്? ഓർ യെസ്, നിങ്ങൾ പേ ചെയ്യുന്നതാണെങ്കിൽ ഒട്ടും വേർത്തല്ല. ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ഇപ്പൊ ആക്ടിവിറ്റി പോയിന്റ്സ് ഇട്ടു, അത് ഇട്ട് ഇത് ഇട്ടു പറഞ്ഞിട്ട് ജസ്റ്റ് ഡോണ്ട് ഗോ ഫോർ ദാറ്റ്.
നിങ്ങളെ ഇങ്ങോട്ട് പേ ചെയ്യുന്നത് നോക്കിക്കോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പേ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റുന്ന, കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും, കുറച്ചും കൂടെ ലേൺ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. ഞങ്ങളൊക്കെ ലൈക്ക് ആക്ടിവിറ്റി പോയിന്റ്സ് കിട്ടാൻ വേണ്ടി വെറുതെ ഫസ്റ്റ് ഇയറിൽ ഈ കെൽട്രോൺ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ട്രിവാൻഡ്രം, അവിടെ പോയിട്ട്, പക്ഷെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ട്രിവാൻഡ്രം പോവുക, അടിച്ചോളിക്കുക, അതായിരുന്നു. ഓക്കെ, ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഒരാളെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചെന്നുള്ളതിൽ ഐ എം വെരി ഹാപ്പി. എനിവൺ എൽസ്? ഈ AICT സർട്ടിഫൈഡ് ട്രെയിനിങ് ഒക്കെ ഇല്ലേ, അത് ഒത്താണോ? AICT അത് ഡൊമൈൻ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ആ ഒരു സ്കിൽ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ലൈക്ക് നിങ്ങൾ അതിന്റെ സിലബസും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ പഠിക്കാം, അല്ലെങ്കിൽ ഇപ്പം കോഴ്സെറയിൽ കുറെ കോഴ്സ് ഉണ്ട്. പിന്നെ അനലിറ്റിക്സിന്റെ ആണെങ്കിൽ IBMന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഗൂഗിളിന്റെ ഒരെണ്ണുണ്ട്, അങ്ങനെ നോക്കാം. അപ്പൊ AICTന്റെ സ്കില്ല് പഠിക്കാനാണെങ്കിൽ, ഫ്രം ദ സ്ക്രാച്ച് പഠിക്കാനാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഓക്കെ, യെസ്, 9 o'clock on 3 minutes more. അൺമ്യൂട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ആക്ച്വലി ഐ വാസ് പ്ലാനിങ് ഫോർ 35 minutes, ബട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 8:10 വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാൻ? ആൻഡ് ഇവിടെ ചോദിക്കാൻ മടിയാണെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ ഓൺ ലിങ്ക്ഡിൻ ഓർ വാട്സപ്പിൽ റീച്ച് ഔട്ട് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? Or may I know just one feedback about the session? എന്തായാലും ഫീഡ്ബാക്കിന് ആരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുന്നുണ്ടാവില്ലല്ലേ, ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ. ഓക്കെ, കൂൾ. അപ്പോ നിമ്മി, ഹലോ. ഹലോ. എടാ, ഐ തിങ്ക് ഞാൻ കവർ ചെയ്തു പറയേണ്ട കാര്യങ്ങൾ. ലൈക്ക് ഇസ് ദെയർ എനിത്തിങ് എൽസ്? ഇപ്പം എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, മറ്റേ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ ഈ ഒത്തിരി റേറ്റ് ആവാത്തതുണ്ടല്ലോ, അപ്പം അത് കയറുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആവും? ഇപ്പം ഇവിടെ ഇരിക്കുന്നവർക്കും ആ ഡൗട്ട് ഉണ്ടാവും. എന്ത് പെയ്ഡ് ഇന്റേൺഷിപ്പ് തന്നെ? പെയ്ഡ് തന്നെ ഒത്തിരി റേറ്റ് ആവാത്തതുണ്ടല്ലോ. അത് സ്കിൽസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അത് ആക്ച്വലി അതത്ര വെറുത്തല്ല, ബട്ട് സ്റ്റിൽ ഇപ്പൊ റേറ്റ് കുറവാണ്, ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് വേറെ ഒരു കമ്പനീസിന്റെ ഒക്കെ ചെയ്യുന്നത് പോലത്തെ ഒരു അത്രമാത്രം ബെനിഫിഷ്യൽ ആവുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനാണ്. ലാസ്റ്റ് ഫ്യൂ മോർ മിനിറ്റ്സും കൂടെ ഉള്ളൂ. അതെ, ലാസ്റ്റ് മിനിറ്റ്സ്. ലൈക്ക് ആസ് ഐ സെഡ്, നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ. ഐ വിൽ ബി വെരി ഹാപ്പി ടു ആൻസർ. You can reach out to me as ഒരു സീനിയർ പോലെ. You can reach out, okay? So Nimmi, ഓക്കെ, shall I wind up? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലാതെ വിചാരിക്കുന്നു. സോ IEEE പറ്റിയും ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്ത് ബ്രാൻഡിങ്ങും ടെക്കിനെ പറ്റിയൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്ത സെൽഡ ചേച്ചിക്ക് താങ്ക് യു. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ പാർട്ടിസിപ്പൻസ്. താങ്ക് യു ഫോർ ജോയിനിങ്. Yeah, thank you very much guys. All the very best. എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can connect with me. Okay, thank you. Okay, bye, good night.